നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ സാരി നിന്റെ അമ്മയുടെ സാരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കണ്ടപ്പോ ഒരു നിമിഷത്തേക്ക് നിന്റെ അമ്മ എന്റെ മുന്നിൽ നിൽക്കുന്നെന്ന് തോന്നിപ്പോയി. മാഡം ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല നാളുകൾ മാഡത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെയൊക്കെ സംഭവിക്കണേന്ന് എന്നും എന്റെ പ്രാർത്ഥന. രാജു, ക്ഷേത്രത്തിലേക്ക് പോവാൻ കാറ് റെഡിയാണോ? റെഡിയാണ് മാഡം. എങ്കിൽ ഞാനിപ്പോ വരാം. ശരി മാഡം, ഞാൻ വർമ്മ സാറിനെ ഒന്ന് കാണട്ടെ. രാജു, എന്താ മാഡം? ഈ വീട്ടിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു എന്താണെന്ന് രാജുവിനറിയോ? ഇല്ല. രാജു തന്ന ഈ ഗിഫ്റ്റ്. അമ്മേ, അമ്മ ഇവിടെ കോഫിയും കുടിച്ചോണ്ട് നടന്നോ? എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? എന്താടാ നിനക്ക്? അച്ഛനും മകളും ഒരുമിച്ചൊരു കാറി വന്ന് ഇറങ്ങുന്നത് അമ്മ കണ്ടതല്ലേ? എന്നിട്ട് അമ്മ എന്താ ഒന്നും ചെയ്യാത്തത്? നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ സമാധാനപ്പെടുത്തിയെടുക്ക. ഈ അംബിക എഴുതിയ വിധിയൊന്നും മാറ്റി എഴുതാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ചേച്ചി തന്നെയാണോ ഇത്? ചേച്ചി എത്ര സുന്ദരിയായി സാരിയില്. അമ്മേ, അമ്മേ, ഒന്നിങ്ങ വന്ന് നോക്കിക്കേ. ഈ സാരി ഇത് ഞാൻ കൊടുത്ത സാരി അല്ലല്ലോ. പ്രതാപേട്ടൻ കണ്ട പ്രശ്നമാവുമല്ലോ. സത്യം പറയാലോ ഋതുമോളെ, നിന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സാരിയില് നിന്നെ ഒരു നോക്ക് കണ്ട പിന്നെ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ഗംഭീരായിട്ടുണ്ട്. ഈ സാരി നിന്റെ അമ്മയുടെ സാരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കണ്ടപ്പോ ഒരു നിമിഷത്തേക്ക് നിന്റെ അമ്മ എന്റെ മുന്നിൽ നിൽക്കുന്നെന്ന് തോന്നിപ്പോയി. ഇതെന്റെ അമ്മയുടെ സാരി ആയിരുന്നോ? ഞാൻ ഈ സാരി ഉടുത്തിരിക്കുന്നത് അച്ഛൻ കണ്ട, ഈശ്വര, ഇതിപ്പോ വലിയ പ്രശ്നമാവുമല്ലോ. അല്ല, ഈ വീട്ടില് ഈ സാരി കുറെ നാളായി കാണാനില്ലായിരുന്നല്ലോ. നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സാരിയാ ഇത്. അല്ല, നിനക്ക് ഈ സാരി ഇപ്പൊ ആരാ എടുത്തുന്നത്? അത് ചെറിയമ്മ. നീയാണോ ഋതുമോക്ക് ഈ സാരി എടുത്തു കൊടുത്തത്? എന്ത് പണിയാ യാമിനി നീ കാണിച്ചത്? ഋതുമോള് സാരി വേണമെന്ന് പറഞ്ഞപ്പോ സാരി കൊണ്ടുപോയി റൂമിൽ വെച്ചോ എന്നുള്ളത് ശരിയാ. പക്ഷേ ആ സാരി ഇതായിരുന്നില്ല. സത്യം. ചേട്ടൻ അങ്ങനെ ഇപ്പൊ വന്നാ ഇത് വലിയ പ്രശ്നമാവില്ലേ? മോളെ ഋതു, നീ വേഗം പോയി ഈ സാരി മാറ്റിട്ടോ. ഈ സാരി നിനക്ക് തന്നത് ആര് തന്നെ ആണെങ്കിലും കൊള്ളാം. ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഈ സാരി കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? എന്നോട് ക്ഷമിക്കണം പ്രതാപ.
ഋതുമോൾ ഇങ്ങനെ ഒരു കുസൃതി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ? ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മുഖം, നിന്നെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന മുഖം. അവളുടെ സാരി ഉടുത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? എന്നെ ദേഷ്യം പിടിപ്പിക്കാനായി മനഃപൂർവ്വം നീ ചെയ്തതാണോ ഇതെല്ലാം? എന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് എന്റെ മനസ്സമാധാനം കളയുന്നത്? ഞാൻ ഋതുമോളോട് ചോദിച്ചു പ്രതാപ. യാമിനിയാ ഈ സാരി എടുത്ത് കൊടുത്തെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ആരെടുത്ത് കൊടുത്താൽ എന്താ? ഇവള് വളർന്നത്ര വലുതായില്ലേ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഇവൾക്കറിയില്ലേ? എന്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങി എന്റെ കാറിൽ എന്റെ ഒപ്പം വീട്ടിൽ വന്നപ്പോ എല്ലാം തികഞ്ഞു എന്ന് ഇവൾക്ക് തോന്നിക്കാണും. അഹങ്കാരിയാ ഇവള്. ആരെങ്കിലും ഈ സാരി കൊണ്ടുപോയി കത്തിച്ച് കളയോ? എന്റെ ജീവിതത്തിൽ ഇവളുടെ അമ്മ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇനി ഒരിക്കലെങ്കിലും ആരെങ്കിലും എന്റെ ഓർമ്മകളെ കുത്തി മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. മോളെ ഋതു, അമ്മേ, അച്ഛനും മകളും കാറിൽ ഒരുമിച്ച് വന്നിറങ്ങുന്ന കണ്ടപ്പോ എനിക്കങ്ങ് സുഖിച്ചില്ല. അച്ഛന്റെ കൂടെ കാറിൽ വന്നതിന്റെ സന്തോഷത്തിൽ സ്വയം മറന്ന് അവൾ ആകാശത്ത് പറക്കുമായിരുന്നു. അവളെ ഞാൻ വലിച്ചങ്ങ് താഴെ ഇട്ടു. മോളെ ഋതു, സാരി ഇവിടെ വെക്കുന്നുണ്ടേ. ആ യാമിനി വെച്ച സാരിയുടെ സ്ഥാനത്ത് പത്മാവതിയുടെ സാരി കൊണ്ടുപോയി വച്ചത് ഞാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.